ശുക്രന്റെ എന്താ പറയുക സ്വാധീനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് ശുക്രൻ അടിച്ചു എന്ന് ആദ്യം ചോദിക്കുന്നത് അല്ലേ? ശുക്രയോഗം എന്നൊക്കെ പറഞ്ഞാൽ ബഹുകേമാന്നൊക്കെ ഉണ്ട് അതെ, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ഒരു വിചാരമാണ്. അതിലൊരു കോൺഫിഡൻസും കിട്ടുന്നുണ്ട്. ശുക്രയോഗം ഉണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെ വരും, നല്ലതാണ്, അങ്ങനെ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. പക്ഷെ എപ്പോഴും അത് നന്നല്ല. അതെ അതെ അതെ, എല്ലാ യോഗങ്ങളും ചില നന്നല്ലാത്ത സമയം വരും. പക്ഷെ ആ ഒരു തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ള സമയമെടുക്കും. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ശുക്രന്റെ കാരകത്വം കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവമാകുന്ന ഒരു യോഗമാണ് മാളവീയ യോഗം. അതൊന്ന് പറയാമോ എന്താണെന്നുള്ളത്? നമ്മൾ പറഞ്ഞു വന്ന ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളില് ഒരു യോഗമാണ് മാളവ്യ യോഗവും. ശുക്രനെ വെച്ചിട്ടാണ് നമ്മൾ മാളവ്യ യോഗങ്ങളൊക്കെ ആക്കുന്നത്. ശുക്രൻ സ്വക്ഷേത്ര ഉച്ചാദികളായിട്ട് ലഗ്ന കേന്ദ്രങ്ങളിലൊക്കെ വരുമ്പോഴാണ് മാളവ്യ യോഗം. ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് ഈ ഒരു എങ്ങനെയാണിത് വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ലല്ലോ. ജ്യോതിഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഇത് അറിയുകയും ചെയ്യാം. അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും മാളവ്യ യോഗം ശുക്രനെ കൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിന്റെ ഗുണവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രൻ നീണ്ട ദശയാണ്, 20 വർഷം. അതായത് ദശകളിൽ ഏറ്റവും വലിയ ദശ ശുക്രൻ്റെ ദശയാണ്. 20 വർഷമുണ്ട് ശുക്രൻ്റെ ദശ. അപ്പോൾ മാളവ്യ യോഗമുണ്ടോ എന്ന് നോക്കണം. ശുക്രൻ്റെ ദശ ഈ ലൈഫ് ടൈമിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ അതും കൂടി നോക്കണം. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ശുക്രൻ നമുക്കറിയാം സുഖത്തിൻ്റെ ആളാണ്, ഒപ്പം അസുര ഗുരുവാണ്. എന്തായാലും ഒരു ഗുരുസ്ഥാനം അദ്ദേഹത്തിനുണ്ട്. ആചാര്യനാണ്. ആചാര്യസ്ഥാനം, ഗുരുസ്ഥാനം ശുക്രനുണ്ട്. അറിവ് ധാരാളം നേടും. അതിൻ്റെ കൂടെ വ്യാഴത്തെ നമ്മൾ പറഞ്ഞപ്പോഴേക്കും വ്യാഴം സുഖത്തിൻ്റെ പിന്നാലെ പോവില്ല. ഈ അറിവ് കൊണ്ട് അദ്ദേഹത്തിലേക്ക്, അറിവും ബുദ്ധിയുടെ പ്രഭാവവും കൊണ്ട് അദ്ദേഹത്തിലേക്ക് വന്നു ചേരുന്നവയാണ്. ശുക്രൻ അങ്ങനെ അല്ല. ശുക്രൻ വെട്ടിപ്പിടിക്കുകയും കൂടി ചെയ്യും. അറിവുണ്ട്, ആ അറിവ് മാത്രമല്ല ചില കലാപരമായിട്ടുള്ള മൂല്യങ്ങൾ, അതേപോലെ സാഹിത്യം, സംഗീതം, കലകൾ, ഈ സുഖത്തെ നമുക്ക് മനുഷ്യനെന്നുള്ള രീതിയിൽ എന്തിനെയെല്ലാം നമ്മൾ ആസ്വദിക്കുന്നുവോ അതിൻ്റെ എല്ലാം പിന്നാലെ ഇദ്ദേഹവും ചെല്ലും. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ അതെല്ലാം അടങ്ങിയിട്ടുണ്ടാകും. എല്ലാ തരത്തിലുമുള്ള സുഖങ്ങൾ, ജീവിത സുഖങ്ങൾ, ആഡംബരങ്ങൾ, വാഹനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ഭാഗം ബാക്കിയുള്ള എല്ലാ യോഗങ്ങളിലും, ഈ നമ്മൾ പറഞ്ഞു തുടങ്ങിയ എല്ലാ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഉണ്ടാകുമെങ്കിലും ഈ ശുക്രനെ കൊണ്ടുള്ള ഈ മാളവ്യ യോഗത്തിൽ വളരെ അധികം ഇതുണ്ടാകും. ഒരു 4-5 കാറുകൾ, ബെൻസ് ഉൾപ്പെടെയുള്ള 4-5 സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള കാറുകളൊക്കെ ഇദ്ദേഹത്തിന്റെ മുറ്റത്ത് കിടക്കുന്നുണ്ടാകും. അതുപോലെ വീടുകളാണെങ്കിലും ഒന്നിലധികം വീടുകൾ, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ വീട് എന്നൊക്കെ പറയുന്ന മാതിരിയിലുള്ളത്, വേനൽക്കാല വസതിയും, അല്ലെങ്കിൽ നമുക്ക് അവിടെ കളിക്കോട്ട പാലസ് ഒക്കെ ഉണ്ട്. രാജാവിന്റെ വിനോദത്തിനുള്ളതാണ്. കഥകളി പോലെയുള്ള വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കേണ്ട ആവശ്യമില്ല. കാരണം കഥകളി, കൂടിയാട്ടം പോലെയുള്ള അതിമഹത്ത ഭരതനാട്യം തുടങ്ങിയിട്ടുള്ള അതിമഹത്തായിട്ടുള്ള കളികൾ മുഴുവൻ അവിടെയാണ് നടന്നിരുന്നത്. അതേമാതിരിയിൽ ഇദ്ദേഹത്തിന് പല ആവശ്യങ്ങൾക്ക് പല വീടുകൾ, കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാകും. അതായത് സുഖം എന്തിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുവോ അതെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടാകും. ധനം പറയണ്ടല്ലോ, വേണ്ടിടത്തും ഗുണോ ദോഷോ, വേണ്ടിടത്തും വേണ്ടാത്തിടത്തും എല്ലാം ധനം ചെലവഴിക്കുകയും ചെയ്യും. വരികയും ചെയ്യും, അതേപോലെ ചിലവാക്കുകയും ചെയ്യും. എന്തായാലും ഈ കാലഘട്ടത്തിൽ വളരെ ചിത്രപ്പണികളോടുകൂടിയ ഭവനങ്ങൾ ധാരാളം ഉണ്ടാകുക, അത്യധികം ആഡംബരപൂർണ്ണമായിട്ടുള്ള വാഹനാദികൾ, സുഖങ്ങൾ എല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ, പദവികൾ, ഇതെല്ലാം ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ എല്ലാം ഉണ്ടാകുന്നത് തന്നെയാണ്. സ്ഥാനമാനവും പദവിയും അത് ഈ പറഞ്ഞതുപോലെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അതിന് പ്രവർത്തിക്കുന്നവർക്ക് അത് കിട്ടും. അതല്ലെങ്കിലും ധനവും സുഖവും എല്ലാം ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ സുഖം എന്ന വാക്കിൻ്റെ ഒരു പര്യായം ആയിട്ട് ഈ വ്യക്തിക്ക് മാറാൻ സാധിക്കും. അങ്ങനെയാണ് ഈ മാളവ്യ യോഗം പ്രവർത്തിക്കുന്നത്. 20 വർഷക്കാലം ഉണ്ട് താനും. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഈ ശുക്രൻ്റെ അല്ലെങ്കിൽ ഈ മാളവ്യ യോഗം ശുക്രൻ്റെ ദശാകാലം തുടങ്ങുമ്പോഴോ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് സുഖഭോഗങ്ങളുടെ പിന്നാലെ പോവാതെ ഇതിനെ മാക്സിമം നമുക്ക് സംഭരിച്ച് വെക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്ത തലമുറയ്ക്കും കൂടി ഉള്ളതായി അത്. പിന്നെ അതല്ല എങ്കിൽ ഇല്ലെങ്കിലും മോശമൊന്നുമില്ല. കാരണം ശുക്രൻ്റെ ദശ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആദിത്യൻ്റെ ദശയാണ്.
അപ്പോൾ ശുക്രന്റെ ദശയിലെ സുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം ആദിത്യ ദശ വരുമ്പോൾ ഈ 20 വർഷം കഴിഞ്ഞിട്ട് വേണമല്ലോ പിന്നീട് വരുന്ന ആദിത്യ ദശയിൽ ഇയാൾ ഒരു പക്ഷേ ഒരു സന്യാസ തുല്യമായിട്ടുള്ള ഒരവസ്ഥയിലേക്കോ ഒക്കെ മാറിയേക്കാം. ജീവിതത്തിൻ്റെ സുഖങ്ങൾ മുഴുവൻ അനുഭവിച്ചല്ലോ. ശരിയാ. അത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ വ്യക്തികളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അത്യധികം ജ്വലിക്കുന്ന തേജസ്സോട് കൂടിയിട്ടുള്ള വ്യക്തിയായിട്ട് മാറാം. അപ്പോൾ ഗുണവും എല്ലാം ഉണ്ട്. എന്തായാലും പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നതാണ് ഈ മാളവ്യ യോഗം എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ ഹംസയോഗവും അതേപോലെ നേരത്തെ പറഞ്ഞ ഭദ്രയോഗവും ഒക്കെ, അല്ലെങ്കിൽ ഹംസയോഗം ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി പ്രൗഢമായിട്ടുള്ള നിലയിലേക്കാണ് എത്തുന്ന ആൾക്കാരാണ്. ഇത് അങ്ങനെയല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷെ ആ പറയുന്ന യോഗം കൃത്യമായി അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടെ നോക്കണം. അതാണ് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചോദിച്ചു വരാറുണ്ട്, ഇതാ ജാതകത്തിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഇനി എന്ന് കിട്ടാനാണ്. ആൾക്കാര് ശരിക്കും ഇതൊക്കെ മടുത്തു പോയിട്ടുണ്ടാകും. കാരണം ശരിക്കും നമുക്കും സങ്കടം തോന്നും. കാരണം യോഗങ്ങളൊക്കെ ഇങ്ങനെ നീട്ടി വലിച്ച് അക്കമിട്ട് എണ്ണമിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഇതിൽ പലതും അനുഭവിക്കാൻ തക്ക ആയുസ് നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് പരമാവധി 120 പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഇന്ന് എത്തുന്നില്ല. 120 പകുതിയാണ് ഇപ്പോഴത്തെ പരമായുസ് പറയുന്നത്. അല്ലേ, അതിപ്പോ ലൈഫ് സ്പാൻ കൂടുതലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയെക്കാളും മുൻപിൽ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ആയുസ് നമുക്ക് ഈ ലോഞ്ചിവിറ്റി ആയുർദൈർഘ്യം, ഞാൻ അതിന്റെ റിസർച്ചിലും കൂടെയാണ്, ആയുർദൈർഘ്യം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ ഇരിക്കും. അപ്പോൾ ഈ പറയുന്ന യോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്തിപ്പെടും എന്നുള്ളതാണ്. അതെ, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് നോക്കണം എന്നില്ല. നമ്മളുടെ ഭാരതത്തിന്റെ തന്നെ ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ സൂര്യ നമസ്കാരം പോലെയുള്ളത്, അതുപോലെ ഗായത്രി ഉപാസന പോലെയുള്ള യോഗ, ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ലൈഫ് ടൈം കൂടുതൽ നീട്ടിക്കിട്ടുകയും നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുകയും മാനസികവും ശാരീരികം മാത്രമല്ല മാനസികമായിട്ട് നമ്മൾ വളരെ യൂത്ത് ആയിരിക്കും എപ്പോഴും. ഇല്ലേ, 80 യോഗാചാര്യന്മാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 80 വയസ്സുള്ള ആളൊക്കെ എത്ര യുവാവിനെ പോലെയാണ് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ ബോഡി അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഉണ്ട് ഇവിടെ മാർഗങ്ങൾ. പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും കിട്ടാനുള്ള മാർഗങ്ങൾ തന്നെ വളരെ കുറവാണ്. അവരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനേക്കാളും ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുടേതാണ്. ആ രീതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിലേക്കൊന്നും അതൊന്നും അല്ലെങ്കിൽ നമ്മളിലേക്ക് തന്നെ അതൊന്നും എത്താത്തത്. നമുക്കത് അറിഞ്ഞാൽ പോലും നമുക്ക് അതിനെ ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ജാതകത്തിൽ പറഞ്ഞു വന്നത് ഇതാണ്. ചിലർ വന്നിട്ട് നമ്മുടെ മുന്നിൽ ഇതൊക്കെ യോഗങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ എന്താ എങ്ങനെയാ എന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ ശുക്രന്റെ ദശ പോലും അവർക്ക് കിട്ടണം എന്നില്ല. അതല്ലെങ്കിൽ വളരെ ചെറുപ്പകാലത്ത് അത് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അച്ഛനമ്മമാരുടെ കൂടെ സഹോദരങ്ങളുടെ കൂടെ എന്തായാലും അവരുടെ കൂടെ ജീവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ആ കാലം തന്നെ ആയിരിക്കും ജീവിതത്തിലെ ഏറ്റവും സുഖകരമായിട്ടുള്ള കാലം, അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 വയസ്സിന് ശേഷം വേണം ഇത്തരം യോഗങ്ങൾ നമുക്ക് കിട്ടാൻ. അപ്പോഴാണ് ഞാനെന്ന വ്യക്തിക്ക് അത് അനുഭവിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ചിലതിൽ അത് ഉണ്ടായി എന്ന് വരില്ല. യോഗങ്ങൾ എഴുതി വെക്കാനുള്ള യോഗങ്ങളെ ഉണ്ടായി എന്ന് വരുള്ളൂ. അതല്ല ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ജ്യോത്സ്യനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നല്ലൊരു പീക്ക് ടൈമിൽ ഈ യോഗങ്ങൾ അനുഭവിക്കാൻ പറ്റിയാൽ നമ്മുടെ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. പക്ഷേ ഈ പറയുന്ന മാളവ്യ യോഗത്തിൻ്റെ ബെനിഫിറ്റ് ഇതാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുകയും തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, യോഗം എനിക്ക് അനുഭവിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞ പോലെ നല്ലൊരു ജ്യോതിഷനെ കാണുക, അല്ലെങ്കിൽ ജ്യോതിഷിയെ കാണുക. അല്ലാന്നുണ്ടെങ്കിൽ ഗുരുപരമ്പരയിൽ നിൽക്കുന്ന ഗുരുക്കന്മാരുടെ ഉപദേശം തേടി നിങ്ങൾ നല്ലൊരു ദൈവജനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ
കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.